എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ക്ലാസ് 9ലെ ഫസ്റ്റ് ചാപ്റ്ററാണ് തുടങ്ങാൻ പോണത്. പെയേഴ്സ് ഓഫ് ഇക്വേഷൻസ് അഥവാ സമവാക്യ ജോഡികൾ. അപ്പോൾ സമവാക്യങ്ങളെ പറ്റിയിട്ട് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് 8th പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരെ ഒരു പ്രോബ്ലത്തിലേക്ക് കടക്കാം. നമുക്ക് ടെക്സ്റ്റിലെ പ്രോബ്ലം തന്നെ നോക്കാം. The price of a table and chair is 11,000 rupees. The price of the table and 4 chairs is 14,000 rupees. What is the price of each? എന്താണ് ക്വസ്റ്റ്യൻ? ഒരു മേശയ്ക്കും ഒരു കസേരയ്ക്കും കൂടി എത്ര റുപ്പീസാണ്? 11,000 രൂപ. ഒരു മേശയ്ക്കും 4 കസേരകൾക്കും കൂടിയിട്ട് 14,000 രൂപ. മനസ്സിലായല്ലോ? ഒരു മേശയും ഒരു കസേരയും വരുമ്പോൾ എത്ര റുപ്പീസാണ്? 11,000 ആണ്. ഒരു മേശയും 4 കസേരകളും വരുമ്പോൾ അത് എത്രയായി? 14,000 റുപ്പീസ്. അങ്ങനെയാണെങ്കിൽ മേശയുടെ വില എത്രയാണ്? കസേരയുടെ വില എത്രയാണ്? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് നമുക്ക് 3 രീതിക്ക് ചെയ്യാം. ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മെൻ്റൽ മാത്ത് വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാം. മെൻ്റൽ മാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് മനക്കണക്കായിട്ട് മനസ്സിൽ ഇതിൻ്റെ ഉത്തരം ഒന്ന് കണ്ടുപിടിക്കാൻ നോക്കാം. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താ? ഒരു ടേബിളും ഒരു ചെയറും കൂടിയിട്ട് 11,000 റുപ്പീസ്. ഇനി അതേ ടേബിളും ഇനി ഒരു ചെയറിന് പകരം എത്ര ചെയറാണ് ഇവിടെ വന്നിരിക്കുന്നത്? 4 ചെയേഴ്സ്. അതായത് ഒരു ചെയറിൻ്റെ കൂടെ എത്ര എണ്ണം കൂടി വേണം? 3 ചെയറും കൂടി ആഡ് ചെയ്തപ്പോൾ എത്ര റുപ്പീസായി? 14,000 റുപ്പീസ്. അതായത് ഇത്ര എണ്ണത്തിന് എത്ര? 11,000 ആണെന്ന് നമുക്കറിയാം. ഇനി ഇവിടെ എത്രയാണ് കൂടിയത്? 3 ചെയർ കൂടി. അപ്പോൾ ഇവിടെ എത്രയായി? 14,000 റുപ്പീസ്. അതായത് 11,000ൻ്റെ കൂടെ എത്ര റുപ്പീസും കൂടി? 3,000 റുപ്പീസ് കൂടി. എന്തിനാ കൂടിയത്? 3 കസേര അല്ലേ? ആദ്യത്തേൽ ഒരു മേശയും ഒരു കസേരയും ഉണ്ടായിരുന്നു, അത് 11,000 രൂപയ്ക്ക് കിട്ടുമായിരുന്നു. പിന്നെ ഒരു മേശയും 4 കസേരയുമായിട്ട് എടുത്തപ്പോൾ അത് എത്ര രൂപയ്ക്കാണ്? 14,000. അപ്പോൾ ഒരു മേശയും ഒരു കസേരയ്ക്കും 11,000 ആണെങ്കിൽ ബാക്കി ഈ 3 കസേരകൾക്ക് അപ്പോൾ എത്ര വീതമാണ് കൂടിയിരിക്കുന്നത്? 3,000 രൂപയാണ് മൊത്തത്തിൽ 3 കസേരയ്ക്ക് എടുത്തിരിക്കണേ. അങ്ങനെയാണെങ്കിൽ ഒരു കസേരയ്ക്ക് എത്ര റുപ്പീസ് വെച്ചായിരിക്കും? 3 കസേരകൾക്ക് ഇവിടെ 3,000 വെച്ച് കൂടി. അങ്ങനെയാണെങ്കിൽ ഒരു കസേരയ്ക്ക് എത്രയായിരിക്കും? 1,000 രൂപ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? പ്രൈസ് ഓഫ് ചെയർ കിട്ടി അല്ലേ? പ്രൈസ് ഓഫ് എ ചെയർ. ഒരു കസേരയുടെ ചെയറിൻ്റെ പ്രൈസ് എത്രയാണ്? 1,000 റുപ്പീസ്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ടേബിളിൻ്റെയും കണ്ടുപിടിച്ചുകൂടെ എത്രയാണ് പ്രൈസ്? ടേബിളും ചെയറും കൂടി 11,000. അപ്പോൾ ചെയറിന് 1,000 റുപ്പീസാണ്. അപ്പോൾ ടേബിളിന് എത്രയായിരിക്കും? 11,000 മൈനസ് 1,000, അതായത് എത്ര? 10,000 റുപ്പീസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇപ്പോൾ തന്നെ കിട്ടിയല്ലോ. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചിട്ട് നമുക്ക് കണക്ക് ചെയ്യാം. ഇനി അടുത്ത രീതി നമ്മൾ കഴിഞ്ഞ ക്ലാസ്, അതായത് 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. സമവാക്യ പരിഹാരങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ സമവാക്യം എന്ന് പറയുമ്പോൾ അതിൽ എന്തുണ്ട്? ലെറ്റേഴ്സ് വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ആ ലെറ്റേഴ്സ് വെച്ചിട്ടുള്ള സൊല്യൂഷനാണ് ഇനി നമ്മൾ കാണാൻ പോണത്. അത് ഒരു ലെറ്റർ വെച്ചിട്ട് ചെയ്യാം, അതുപോലെ 2 ലെറ്റേഴ്സ് വെച്ചിട്ടും ഇതേ പ്രോബ്ലം തന്നെ നമുക്ക് സോൾവ് ചെയ്യാം. ഇപ്പോൾ ആദ്യത്തെ എങ്ങനെയാണ് സോൾവ് ചെയ്തതെന്ന് മനസ്സിലായല്ലോ. ആദ്യത്തെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഇവിടെ 11,000 ഒരു ചെയർ, ഇവിടെ 4 ചെയർ. അപ്പോൾ 3 ചെയർ കൂടി, ഇപ്പോൾ ഇവിടെ 3,000 കൂടി. അപ്പോൾ ഒരു ചെയറിന് 1,000. അങ്ങനെ നമ്മൾ ആലോചിച്ച് എടുക്കുന്നതാണ് മെൻ്റൽ മാത്ത് വെച്ച് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒരു സിംഗിൾ ലെറ്റർ വെച്ചിട്ട്, അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ പ്രൈസ് ഓഫ് എ ചെയർ നമുക്ക് എന്തായിട്ട് എടുക്കാം? ഒരു കസേരയുടെ വില എന്തായിട്ട് എടുക്കാം? എക്സ് ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ പ്രൈസ് ഓഫ് ടേബിളും ചെയറും കൂടിയിട്ട് എത്രയാണ്? 11,000 ആണ്. അപ്പോൾ ചെയറിൻ്റെയാണ് നമ്മൾ എക്സ് ആയിട്ട് എടുത്തത്. അപ്പോൾ ടേബിളിൻ്റെ എന്തായിരിക്കും? പ്രൈസ് ഓഫ് ടേബിൾ എന്താ? മൊത്തം 11,000. അതിൽ ചെയറിൻ്റെ വില നമുക്കറിയാം എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ടേബിളിൻ്റെ വില എന്തായിരിക്കും? 11,000 മൈനസ് എക്സ് അല്ലേ? ചെയറിൻ്റെ പ്രൈസായ എക്സ് 11,000ൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടേബിളിൻ്റെ പ്രൈസ് കിട്ടും അല്ല? അപ്പോൾ നമുക്കിപ്പോൾ ഒരേ ലെറ്റർ തന്നെയാണ് നമ്മൾ ഈ 2 എണ്ണത്തിലും എടുത്തിരിക്കുന്നത്. ചെയറിൻ്റെ പ്രൈസ് എത്രയാണ്? എക്സ്. ടേബിളിൻ്റെ പ്രൈസ് എത്രയാണ്? 11,000 മൈനസ് എക്സ്. ഇനി നമുക്കറിയാം പ്രൈസ് ഓഫ് ടേബിൾ ആൻഡ് 4 ചെയേഴ്സ് എത്രയാണ്? 14,000. ഇത് നമുക്ക് എങ്ങനെ ഇതേപോലെ എഴുതാം? ഈ ലെറ്റർ വെച്ചിട്ട് പ്രൈസ് ഓഫ് ടേബിൾ എന്താ? പ്രൈസ് ഓഫ് ടേബിൾ എന്താ? 11,000 മൈനസ് എക്സ്.
ആൻഡ് 4 ചെയേഴ്സ്. അപ്പോൾ 4 ചെയറിൻ്റെ പ്രൈസ് എത്രയാ? ഒരു ചെയറിൻ്റെ പ്രൈസ് എക്സ് ആണ്. അപ്പോൾ 4 ചെയറിൻ്റെ പ്രൈസ് എത്രയാ? 4x അല്ലേ? അപ്പോൾ രണ്ടും കൂട്ടിയിട്ട് 14,000. ഇതെന്താ? പ്രൈസ് ഓഫ് ടേബിള്. പിന്നെ പ്രൈസ് ഓഫ് 4 ചെയർ, അതാണ് 4x ഈക്വൽ ടു എത്രയാണെന്നാണ് പറഞ്ഞിരിക്കണേ? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 14,000 റുപ്പീസ്. അപ്പോൾ ഇവിടെ എന്ത്? 11,000x 11,000x ഇല്ല ഇവിടെ. 11,000 മൈനസ് എക്സ് പ്ലസ് 4x ഈക്വൽ ടു 14,000. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് 11,000 മൈനസ് എക്സ് പ്ലസ് 4x എത്രയാണ്? 3x. അപ്പോൾ ഇതെന്തായി? 11,000 പ്ലസ് 3x ഈക്വൽ ടു എന്ത് കിട്ടി? 14,000. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏതിൻ്റെ വാല്യൂ ആണ്? എക്സ്. എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രൈസ് ഓഫ് എ ചെയർ. അപ്പോൾ എക്സിൻ്റെ ഈ ഒരു ടേം ഇവിടെ നിർത്താം. അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ ഈ ഒരു ടേം ഉണ്ടല്ലോ, ഈ ഒരു ടേമിനെ നമുക്ക് ഇക്വേഷൻ്റെ ഈ സൈഡിലേക്ക് കൊണ്ടുപോകാം. മനസ്സിലായോ? നമുക്ക് കണ്ടുപിടിക്കേണ്ട സാധനത്തിന് ഇവിടെ നിർത്തിയിട്ട് ബാക്കി ആവശ്യമില്ലാത്ത ഈ നമ്പറിനെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ എപ്പോഴും ഇക്വേഷൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് വേറൊരു സൈഡിലേക്ക് മാറുമ്പോൾ എന്തായിരിക്കും? സ്വഭാവം തന്നെ മാറും. മനസ്സിലായോ? ഇവിടെ പോസിറ്റീവായിട്ട് ഇരുന്ന ആൾ ഇക്വേഷൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ കട്ട നെഗറ്റീവായിരിക്കും. ഇവിടെ നെഗറ്റീവായിരുന്ന ആൾ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ പോസിറ്റീവ് ആളായിരിക്കും. അപ്പോൾ അതുപോലെ ഇപ്പോൾ ഇവിടെ 3xനെ ഇവിടെ നിർത്താം. ബാക്കി എന്താണ്? ഈ 14,000 ഇവിടെ ഉണ്ട്. അതിൻ്റെ അടുത്തേക്ക് ഈ 11,000നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ ഈ 11,000 ഇവിടെ എന്താണ്? പ്ലസ് ആണ് അല്ലേ? പോസിറ്റീവ് ആണ്. അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ അതെന്താവും? നെഗറ്റീവ് ആവും. അപ്പോൾ മൈനസ് 11,000 ആവും. അപ്പോൾ 14,000ൽ നിന്ന് 11,000 മൈനസ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുക നമുക്ക്? 3,000. അപ്പോൾ 3 ഇൻറ്റു എക്സ് എത്ര കിട്ടി? 3,000. അങ്ങനെയാണെങ്കിൽ എക്സ് എത്രയായിരിക്കും? എക്സ് ഈക്വൽ ടു 3,000 ഡിവൈഡഡ് ബൈ ഇതും 3x ആണ് ഇവിടെ ഇക്വേഷൻ്റെ ഈ സൈഡിൽ. ഇനി ഈ 3നെ ഇക്വേഷൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവിടെ എന്താ? 3 ഇൻറ്റു എക്സ് മൾട്ടിപ്ലിക്കേഷനാണ് 3 ചെയ്യണ കാര്യം അല്ലേ? ഇനി ഇവിടെ വരുമ്പോൾ ഈ 3യുടെ സ്വഭാവം എന്താവും? മൾട്ടിപ്ലിക്കേഷൻ ആവില്ല, ഡിവിഷനായി മാറും. അപ്പോൾ 3,000 ഡിവൈഡഡ് ബൈ 3 ആവും. അതായത് എത്ര റുപ്പീസാണ്? 1,000 റുപ്പീസ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് നമ്മൾ എന്താ എടുത്തിരിക്കുന്നത്? പ്രൈസ് ഓഫ് എ ചെയർ. അത് നമുക്ക് എത്ര കിട്ടി? 1,000 റുപ്പീസ് കിട്ടി. അപ്പോൾ പ്രൈസ് ഓഫ് എ ടേബിൾ എന്തായിരിക്കും? 11,000 മൈനസ് എക്സ് അല്ലേ? 11,000 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ 11,000 മൈനസ് 1,000 ദാറ്റ് ഈസ് 10,000. അപ്പോൾ പ്രൈസ് ഓഫ് ടേബിൾ എന്താ? 11,000 മൈനസ് 1,000 ഈക്വൽ ടു 10,000 റുപ്പീസ്. 10,000 മനസ്സിലായില്ല? അപ്പോൾ നമ്മൾ ഇവിടെ ഒരൊറ്റ സിംഗിൾ ലെറ്റർ, അതായത് ഒരു ലെറ്റർ വെച്ചിട്ട് മാത്രം, ഏത് ലെറ്റർ? എക്സ്. നമുക്ക് ഇഷ്ടമുള്ള ലെറ്റർ എടുക്കാം. എക്സ് തന്നെ എടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പോൾ എക്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്തത്. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എന്താണ് ചെയറിൻ്റെ വാല്യൂ, എന്താണ് ടേബിളിൻ്റെ കോസ്റ്റ് എത്രയാണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടി. ഇനി നമുക്കിത് 2 ലെറ്റേഴ്സ് വെച്ചിട്ട് 2 ലെറ്റേഴ്സ് വെച്ചിട്ട് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. ഇനി നമുക്ക് 2 ലെറ്റേഴ്സാണ്, ഒരു ലെറ്റർ അല്ല. അപ്പോൾ നമുക്ക് എന്തെടുക്കാം? പ്രൈസ് ഓഫ് ടേബിൾ എന്തെടുക്കാം? വൈ എടുക്കാം. പ്രൈസ് ഓഫ് ചെയർ നേരത്തെ നമ്മൾ എടുത്തു. എന്താ എടുത്തത്? എക്സ് ആയിട്ട് എടുത്തു. ഇനി നമുക്ക് ഇത് എങ്ങനെ എഴുതാം? അപ്പോൾ പ്രൈസ് ഓഫ് ടേബിൾ ആൻഡ് ചെയർ ഈക്വൽ ടു 11,000 എന്നുള്ളത് എക്സും വൈയും വെച്ചിട്ട് എങ്ങനെ എഴുതാം? പ്രൈസ് ഓഫ് ടേബിൾ എന്താ? വൈ. പ്രൈസ് ഓഫ് ചെയർ എന്താ? എക്സ്. അതായത് എക്സ് പ്ലസ് വൈ എത്രയാണ്? 11,000 ആണ്. കിട്ടിയില്ലോ? ഇനി അടുത്തത് പ്രൈസ് ഓഫ് ടേബിൾ ആൻഡ് 4 ചെയേഴ്സ് ഈക്വൽ ടു 14,000. അപ്പോൾ എങ്ങനെ എഴുതാം? പ്രൈസ് ഓഫ് ടേബിൾ എന്താണ്? വൈ. പ്രൈസ് ഓഫ് 4 ചെയേഴ്സ് എത്രയാണ്? ഒരു ചെയർ എക്സ് റുപ്പീസ് ആണെങ്കിൽ 4 ചെയേഴ്സ് എത്രയായിരിക്കും? 4 ഇൻറ്റു എക്സ് അല്ലേ? ഒരു ചെയറിൻ്റെ വില എത്രയാ? 1,000 ആണെങ്കിൽ 4 ചെയറിൻ്റെ വില എത്രയാ? 4 ഇൻറ്റു 1,000 4,000. അതുപോലെ ഒരു ചെയറിൻ്റെ വാല്യൂ പ്രൈസ് എക്സ് ആണെങ്കിൽ 4 ചെയറിൻ്റെ എത്രയായിരിക്കും? 4x. അപ്പോൾ 4 ചെയറും ഒരു ടേബിളും കൂടി വാങ്ങുമ്പോൾ എത്ര റുപ്പീസ് ആവും? 14,000. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2 ലെറ്റേഴ്സ് ഉള്ള ഇക്വേഷൻസ്, 2 ഇക്വേഷൻസ് കിട്ടി. അതാണ് എന്ത്? പെയേഴ്സ് ഓഫ് ഇക്വേഷൻസ്. കണ്ട, 2 ഇക്വേഷൻസ് കിട്ടി. ഇനി ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് നമ്മൾ ഇത് സോൾവ് ചെയ്ത് എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ കണ്ടുപിടിക്കും. ഇനി ഇവിടുത്തെ ഈ ഇക്വേഷൻ നോക്കിയേ. ഈ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്തെടുക്കാം? y ഈക്വൽ ടു എന്ത് കിട്ടും?
ഫസ്റ്റ് ഇക്വേഷൻ ഫ്രം ദ ഇക്വേഷൻ 1. ഈ ഇക്വേഷൻ 1 നിന്ന് ഫ്രം ഇക്വേഷൻ 1 y ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? ഈ എക്സിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവാം അല്ലേ? അപ്പോൾ y ഈക്വൽ ടു എന്ത് കിട്ടും? ഇവിടെ ഓൾറെഡി ആരുണ്ട്? 11,000 ഉണ്ട്. ഈ എക്സ് ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും? എക്സിൻ്റെ സൈൻ എന്താ ഇവിടെ പോസിറ്റീവാണ്. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ അത് എന്താവും? നെഗറ്റീവ് ആവും. അപ്പോൾ y എന്ത് കിട്ടി? 11,000 മൈനസ് എക്സ് എന്ന് കിട്ടി. ഇനി ഈ ഒരു വൈക്ക് ഈ ഒരു വാല്യൂ നമുക്ക് ഈ സെക്കൻഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മനസ്സിലായ? അപ്പോൾ നമുക്കിവിടെ എക്സും വൈയും വെച്ചിട്ട് രണ്ട് സമവാക്യങ്ങൾ കിട്ടി. ഈ ആദ്യത്തെ സമവാക്യത്തിൽ നിന്ന് y ഈക്വൽ ടു എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുക. എന്താണ്? 11,000 മൈനസ് എക്സ്. ഇനി ഈ ഒരു വൈയുടെ വില ഏത് ഇക്വേഷനിൽ കൊടുക്കുക? രണ്ടാമത്തെ ഇക്വേഷനിൽ ഇവിടെ വൈക്ക് പകരം എന്ത് കൊടുക്കണം? 11,000 മൈനസ് എക്സ്. അപ്പോൾ നമുക്കത് എന്ത് ചെയ്യാം? y ഈക്വൽ ടു 11,000 മൈനസ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഏതിൽ? ഇക്വേഷൻ 2. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 4x പ്ലസ് വൈക്ക് പകരം എന്ത് കൊടുക്കണം? 11,000 മൈനസ് എക്സ്. അപ്പോൾ 11,000 മൈനസ് എക്സ് ഈക്വൽ ടു എന്ത് കിട്ടി? 14,000. അതാണല്ലോ ഇക്വേഷൻ 2. ഒന്നുമില്ല, ഇക്വേഷൻ 2 ഈ വൈക്ക് പകരം നമ്മൾ എന്ത് എഴുതണം? ഇത് എഴുതണം. എന്ത്? 11,000 മൈനസ് എക്സ്. ഇനി ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 4x മൈനസ് എക്സ് എത്രയാ? 3x. 3x ഈക്വൽ ടു 14,000. ഇനി 11,000 ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? മൈനസ് 11,000 ആവും. ഈക്വൽ ടു എന്താ? 3,000. നമുക്ക് എന്ത് കിട്ടി? 3x ഈക്വൽ ടു 3,000 കിട്ടി. അപ്പോൾ x ഈക്വൽ ടു എന്ത് കിട്ടി? 3,000 ഡിവൈഡഡ് ബൈ 3 ദാറ്റ് ഈസ് 1,000. അതായത് ചെയറിൻ്റെ വില എത്രയാ? 1,000 റുപ്പീസ്. ഇനി y എന്താണ്? നമുക്ക് എക്സ് മാത്രം കണ്ടുപിടിച്ചാൽ പോരാ, വൈയും കണ്ടുപിടിക്കണം അല്ലേ? ഇവിടെ 2 ലെറ്റേഴ്സ് ആയിട്ടാണ് എടുത്തിരിക്കണേ. അപ്പോൾ പ്രൈസ് ഓഫ് ടേബിൾ വൈ ഈക്വൽ ടു എന്താണ്? വൈ ഈക്വൽ ടു ഇവിടെ ഓൾറെഡി നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ? 11,000 മൈനസ് എക്സ് ആണ് വൈ അല്ലേ? അപ്പോൾ വൈ ഈക്വൽ ടു നമുക്കറിയാം 11,000 മൈനസ് എക്സ്. എക്സിൻ്റെ വാല്യൂ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാ? 1,000. അപ്പോൾ അത് 11,000 മൈനസ് 1,000 ഈക്വൽ ടു എന്ത് കിട്ടി? 10,000. അപ്പോൾ ടേബിളിൻ്റെ വാല്യൂ 10,000, ചെയറിൻ്റെ വാല്യൂ 1,000 കിട്ടി. ഇതിപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്തത്? ടേബിളിന് ഒരു ലെറ്റർ എടുത്തു, പ്രൈസ് ഓഫ് ചെയർ ആയിട്ട് വേറൊരു ലെറ്റർ എടുത്തു. നേരത്തെ ചെയ്തപ്പോൾ എന്തുതന്നെയാണ്? ഒരു ലെറ്റർ വെച്ചിട്ട് തന്നെയാണ് ടേബിളിൻ്റെയും ചെയറിൻ്റെയും വാല്യൂ നമ്മൾ എടുത്തത്. അപ്പോൾ അങ്ങനെ 3 വിധത്തിൽ. ആദ്യം എന്താ നമ്മൾ ചെയ്തത്? കാണുമ്പോൾ ഇവിടെ 11,000, ഇവിടെ 3 ചെയർ, അപ്പോൾ 3,000 കൂടി. അങ്ങനെ നമ്മൾ ആലോചിച്ച് കണ്ടുപിടിച്ചു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? എക്സ് വെച്ചിട്ട് ചെയ്തു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? എക്സും വൈയും എടുത്തിട്ട് ചെയ്തു. അപ്പോൾ നമുക്കിങ്ങനെ 3 രീതിക്കും ചെയ്യാം. ഇനി നമുക്ക് പേജ് നമ്പർ 10 എക്സസൈസ് ചെയ്യാം. നൗ ട്രൈ ദീസ് പ്രോബ്ലംസ് ഇൻ എനി വേ യു ലൈക്ക്, ആസ് മെൻ്റൽ മാത്ത്, ആസ് ആൻ ഇക്വേഷൻ വിത്ത് എ സിംഗിൾ ലെറ്റർ, ഓർ ആസ് എ പെയർ ഓഫ് ഇക്വേഷൻസ് വിത്ത് 2 ലെറ്റേഴ്സ്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത 3 രീതിയിൽ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. പ്രിയ ബോട്ട് എ ബാഗ് ആൻഡ് എ പെയർ ഓഫ് സ്ലിപ്പേഴ്സ് ഫോർ 1,100 rupees. The bag cost 300 rupees more than the slippers. What is the price of the slippers and the price of the bag? ക്വസ്റ്റ്യൻ എന്താണ്? പ്രിയ ഒരു ബാഗും പിന്നെ ഒരു ജോഡി ചെരുപ്പും വാങ്ങി. എത്ര രൂപയായി? 1,100 രൂപയ്ക്കാണ് അത് വാങ്ങിയത്. ബാഗും ഒരു ജോഡി ചെരുപ്പും. ഇനി പറഞ്ഞിരിക്കുന്നത് ബാഗിൻ്റെ വില എന്ന് പറയുന്നത് സ്ലിപ്പറിൻ്റെ വിലയേക്കാളും 300 രൂപ കൂടുതലാണ്. അതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ബാഗ് എന്ന് പറയുന്നത് എത്ര രൂപ കൂടുതലാണ്? 300 റുപ്പീസ് മോറാണ്. എന്തിനേക്കാളും? സ്ലിപ്പേഴ്സിനേക്കാളും വില കൂടുതലാണ് ബാഗിന്. എത്ര രൂപ കൂടുതലാണ്? 300 റുപ്പീസ് കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ബാഗിൻ്റെയും സ്ലിപ്പേഴ്സിൻ്റെയും വില എത്രയാണെന്നാണ് ചോദ്യം. നമ്മളെങ്ങനെ കണ്ടുപിടിക്കാം? ഇപ്പോൾ ഇവിടെ രണ്ടും കൂടിയിട്ട് എത്ര റുപ്പീസാണ്? 1,100 റുപ്പീസ്. അപ്പോൾ നമുക്കിപ്പോൾ കോസ്റ്റ് ഓഫ് സ്ലിപ്പേഴ്സിൻ്റെ, അതായത് ഒരു ജോഡി ചെരുപ്പിൻ്റെ കോസ്റ്റ് നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ബാഗിൻ്റെ കോസ്റ്റ് എത്രയായിരിക്കും? കോസ്റ്റ് ഓഫ് ബാഗ് എത്രയായിരിക്കും? എക്സിൻ്റെ കൂടെ എത്രയും കൂടി കൂടുതലാണ്? 300 റുപ്പീസും കൂടി കൂടുതലാണ് ബാഗിന് അല്ലേ? എക്സ് പ്ലസ് 300 ആണ് ബാഗിൻ്റെ വില. മനസ്സിലായില്ല? അപ്പോൾ
സ്ലിപ്പറിൻ്റെ വില എക്സ് ആണെങ്കിൽ ബാഗിൻ്റെ വില എന്തായിരിക്കും എക്സ് പ്ലസ് 300. ഇനി ഇത് രണ്ടും കൂടി വാങ്ങിയപ്പോൾ എത്ര റുപ്പീസായി 1100. അതായത് സ്ലിപ്പറിൻ്റെ വിലയായ എക്സും ബാഗിൻ്റെ വിലയായ എക്സ് പ്ലസ് 300 കൂടി എത്ര റുപ്പീസായി 1100 റുപ്പീസായി അല്ലേ. സ്ലിപ്പറും ബാഗും കൂടി വാങ്ങിയപ്പോൾ 1100 റുപ്പീസ്. അതായത് ഇവിടെ എക്സ് ഇവിടെയും എക്സ് പ്ലസ് എക്സ് എത്രയാ 2x. ഇപ്പോൾ 2x പ്ലസ് 300 എത്ര കിട്ടി 1100. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് എക്സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എക്സിന് ഇവിടെ നിർത്താം, 300നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാം, ഇക്വേഷൻ്റെ ഈ സൈഡിലേക്ക് മാറ്റാം. അപ്പോൾ 300നെ ഇങ്ങോട്ട് മാറ്റുമ്പോൾ ഈ പോസിറ്റീവ് 300 എന്തായി മാറും നെഗറ്റീവ് 300 ആവും. അപ്പോൾ ഇവിടെ 2x ഇവിടെ തന്നെ ഉണ്ട്, ഇവിടെ ആരുണ്ട് 1100 ഇവിടെ ഓൾറെഡി ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിലുണ്ട്. ഇനി ഇവിടെ നിന്ന് ആരും ഇങ്ങോട്ടേക്ക് പോണേ 300, അപ്പോൾ അത് നെഗറ്റീവായി. അപ്പോൾ 1100 മൈനസ് 300 എത്ര കിട്ടി 800. അപ്പോൾ 2x എത്ര കിട്ടി 800. അങ്ങനെയാണെങ്കിൽ എക്സ് എത്രയായിരിക്കും 800. 2 ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും ഇവിടെ ഇൻറ്റു 2 ആയിട്ട് ഇരിക്കുന്ന ആൾ ഇവിടെ വരുമ്പോൾ ബൈ 2 എത്രയാ 400. അപ്പോൾ ഇവിടെ എക്സ് എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ എന്തിനെയാണ് കോസ്റ്റ് ഓഫ് സ്ലിപ്പേഴ്സ് ആണ് എക്സ്. അപ്പോൾ സ്ലിപ്പറിൻ്റെ വില ചെരുപ്പിൻ്റെ വില എത്രയാ 400 റുപ്പീസ്. അപ്പോൾ കോസ്റ്റ് ഓഫ് സ്ലിപ്പേഴ്സ് ഈക്വൽ ടു എന്താ ₹400. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് ഓഫ് ബാഗ് എന്തായിരിക്കും കോസ്റ്റ് ഓഫ് ബാഗ് ഈക്വൽ ടു എന്താണ് എക്സ് പ്ലസ് 300 ആണ് കോസ്റ്റ് ഓഫ് ബാഗ്. എക്സ് എത്രയാണെന്ന് കിട്ടി 400 റുപ്പീസാന്ന് കിട്ടി. അപ്പോൾ 400ൻ്റെ കൂടെ എന്തും കൂടി ആഡ് ചെയ്യണം 300. അപ്പോൾ 400 പ്ലസ് 300 ഈക്വൽ ടു എത്രയാ 700. അപ്പോൾ ബാഗിൻ്റെ വില 700, സ്ലിപ്പറിൻ്റെ വില 400. അപ്പോൾ ബാഗും സ്ലിപ്പറും കൂടി വാങ്ങിക്കുമ്പോൾ എത്രയാവും 700 പ്ലസ് 400 ദാറ്റ് ഈസ് 1100. മനസ്സിലായില്ല. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. The sum of two numbers is 26 and their difference is 4. What are the numbers? എന്താ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും രണ്ട് സംഖ്യകളുടെ തുക എന്താണ് 26. ആ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് 4. അങ്ങനെയാണെങ്കിൽ ആ നമ്പേഴ്സ് സംഖ്യകൾ ഏതൊക്കെ നമുക്ക് രണ്ട് സംഖ്യകൾ ആഡ് ചെയ്യുമ്പോൾ 14 കിട്ടാമെന്ന് വിചാരിച്ചോ, ഒരു സംഖ്യ 8 ആണെന്ന് വിചാരിച്ചോ. അപ്പം മറ്റേ സംഖ്യ എന്തായിരിക്കും, അതായത് 8 പ്ലസ് വേറെ ഏതോ ഒരു സംഖ്യ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും 14 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ സംഖ്യ എത്രയാണ്, ഈ സംഖ്യ നമുക്ക് എന്തായാലും അറിയാം എന്താ 6 ആണ്. 8 പ്ലസ് 6 ആണ് 14. അപ്പോൾ ഇവിടെ 6ന് പകരം നമുക്ക് എന്ത് എഴുതാം, ഒരു സംഖ്യ 8. അപ്പോൾ മറ്റേ സംഖ്യ എന്താണ് 14 മൈനസ് 8 എന്ന് എഴുതിക്കൂടെ. 14 മൈനസ് 8 എന്ന് പറഞ്ഞാൽ എന്താണ് 6 ആണ് അല്ലേ. അപ്പോൾ രണ്ട് സംഖ്യകൾ അവയുടെ തുക 14 ആണ്. ഒരു സംഖ്യ 8 ആണെങ്കിൽ മറ്റേ സംഖ്യ എന്തായിട്ട് എടുക്കാം 14 മൈനസ് 8. മനസ്സിലായോ. അപ്പോൾ ഇതേപോലെ തന്നെ രണ്ട് സംഖ്യകളിൽ ഒരു സംഖ്യ എക്സ് ആയിട്ട് എടുക്കാം. ഇനി സം എത്രയാ, തുക എത്രയാണ് 26. അങ്ങനെയാണെങ്കിൽ മറ്റേ സംഖ്യ എന്തായിരിക്കും, ഒരെണ്ണം എക്സ് പിന്നെ ഒരെണ്ണം നമുക്കറിയില്ല, നമ്മൾ എടുത്തിട്ടില്ല, ഒരു ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ എക്സ് പ്ലസ് ഏതോ ഒരു നമ്പർ ആഡ് ചെയ്യുമ്പോൾ 26 കിട്ടും. അപ്പോൾ ആ നമ്പറിനെ നമുക്ക് എങ്ങനെ എഴുതാം, അടുത്ത നമ്പർ 26 മൈനസ് എക്സ് അല്ലേ. എക്സ് പ്ലസ് 26 മൈനസ് എക്സ് ആണ് എന്ത് സമ്മ് കിട്ടുക 26. ഇനി എന്താണ് തന്നിരിക്കണത് ഈ രണ്ട്, അപ്പോൾ ഇത് രണ്ടുമാണ് നമ്പേഴ്സ്. അപ്പോൾ സംഖ്യകൾ ഏതൊക്കെയാ, സംഖ്യകൾ എക്സും പിന്നെ ഏതാ 26 മൈനസ് എക്സും. എങ്ങനെയാണ് കിട്ടിയത്, രണ്ട് സംഖ്യകളുടെ തുക 26, അതിലൊരു സംഖ്യ എക്സ് ആണ്. അപ്പോൾ മറ്റേ സംഖ്യ എന്തായിരിക്കും 26 മൈനസ്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്, രണ്ട് സംഖ്യകളുടെ വ്യത്യാസം. അതായത് ഈ രണ്ട് സംഖ്യകൾ ഒരെണ്ണം ഏതാ എക്സ്, ഒരെണ്ണം ഏതാ 26 മൈനസ് എക്സ്. ഇത് രണ്ടും കൂടി മൈനസ് വ്യത്യാസം കണ്ടുപിടിച്ചാൽ നമുക്ക് എത്ര കിട്ടുമെന്നാണ് പറഞ്ഞത് 4. അപ്പോൾ ഈ രണ്ട് സംഖ്യകളുടെ ഡിഫറൻസ് 4. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, എക്സ് ഈ മൈനസ് 26ന് കൊടുക്കുമ്പോൾ -26, ഈ മൈനസ് ഇവിടെ ഒരു മൈനസ് ഉണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി വരുമ്പോൾ എന്താവും
പ്ലസ് എക്സ് ഈക്വൽ ടു എന്താണ് 4. അപ്പോൾ എക്സ് പ്ലസ് എക്സ് എന്ത് കിട്ടി 2x മൈനസ് 26 ഈക്വൽ ടു 4. അങ്ങനെയാണെങ്കിൽ 2x ഈക്വൽ ടു എന്താണ് ഈ മൈനസ് 26 4ൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ എന്താവും പ്ലസ് 26 ഈക്വൽ ടു 30. അപ്പോൾ 2x ഈക്വൽ ടു 30. അങ്ങനെയാണെങ്കിൽ എക്സ് ഈക്വൽ ടു എന്തായിരിക്കും എക്സ് ഈക്വൽ ടു 30/2 ഈക്വൽ ടു 15. അപ്പോൾ ഒരു സംഖ്യ നമുക്ക് എന്ത് കിട്ടി 15 കിട്ടി. അങ്ങനെയാണെങ്കിൽ മറ്റേ സംഖ്യ എന്തായിരിക്കും അപ്പോൾ എക്സ് നമുക്ക് എന്ത് കിട്ടി 15 കിട്ടി. അങ്ങനെയാണെങ്കിൽ അടുത്ത സംഖ്യ എന്താ 26 മൈനസ് എക്സ് ആണ് അടുത്ത സംഖ്യ. അതായത് 26 മൈനസ് 15 എത്രയാ 11. ഇപ്പോൾ രണ്ട് സംഖ്യകളുടെ തുക നോക്കിയേ 15ഉം 11ഉം കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടി 15 + 11 എന്ത് കിട്ടി 26 കിട്ടിയോ? ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ രണ്ട് സംഖ്യകളുടെ സം എന്ത് കിട്ടി 26. ഇനി ഈ രണ്ട് സംഖ്യകളുടെ ഡിഫറൻസ് നോക്കിയേ 15 മൈനസ് 11 15 നിന്ന് 11 പോയി എത്രയാ 4. അപ്പോൾ വ്യത്യാസം 4ഉം തുക 26ഉം ആയിട്ടുള്ള രണ്ട് സംഖ്യകൾ ഏതൊക്കെയാണ് 15 ആൻഡ് ഏതാ 26 മൈനസ് എക്സ് ദാറ്റ് ഈസ് 26 മൈനസ് 15 ഈക്വൽ ടു 11. അപ്പോൾ ഏതൊക്കെയാണ് രണ്ട് സംഖ്യകൾ 15 ആൻഡ് 11. അടുത്ത പ്രോബ്ലം ദ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 40 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് വൺ സൈഡ് ഈസ് 8 സെൻറ്റിമീറ്റേഴ്സ് ലോങ്ങർ ദാൻ ദ അതർ. കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ്. എന്താണ് ഒരു റെക്റ്റാങ്കിൾ ഒരു ചതുരത്തിൻ്റെ പെരിമീറ്റർ ചുറ്റളവ് 40 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ചതുരത്തിൻ്റെ ഒരു വശം മറ്റേ വശത്തിനേക്കാളും 8 സെൻറ്റിമീറ്റർ നീളം കൂടുതലാണ്. എന്താ വൺ സൈഡ് ഈസ് 8 സെൻറ്റിമീറ്റേഴ്സ് ലോങ്ങർ ദാൻ ദ അതർ. മറ്റേ വശത്തിനേക്കാളും 8 സെൻറ്റിമീറ്റർ നീളം കൂടുതലാണ് ഒരു വശം. അങ്ങനെയാണെങ്കിൽ രണ്ട് വശങ്ങളും കണ്ടുപിടിക്കുക. അതായത് നീളവും വീതിയും ചതുരത്തിൻ്റെ നീളവും വീതിയും എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത് ഒരു റെക്റ്റാങ്കിളിൻ്റെ ഒരു സൈഡ് മറ്റേ സൈഡിനേക്കാളും 8 സെൻറ്റിമീറ്റർ ലോങ്ങറാണ്. അപ്പോൾ ഈ ഒരു ചെറിയ സൈഡ് നമുക്ക് എന്തായിട്ട് എടുക്കാം എക്സ് ആയിട്ട് എടുക്കാം. അപ്പോൾ വലിയ സൈഡ് എന്തായിരിക്കും എക്സ് പ്ലസ് 8 അല്ലേ. ചെറിയ സൈഡ് എക്സ് വലിയ സൈഡ് എക്സ് പ്ലസ് 8. ഇനി എന്താണ് നമുക്ക് തന്നിരിക്കുന്നത് പെരിമീറ്റർ ആണ് ചുറ്റളവാണ് തന്നിരിക്കുന്നത്. അതായത് ചതുരത്തിൻ്റെ പെരിമീറ്റർ ചുറ്റളവ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക 2 × L + B അല്ലേ. 2 ഇവിടെ നമ്മൾ ലെങ്ത്ത് എത്ര എടുത്തിരിക്കുന്നത് ലെങ്ത്ത് എക്സ് പ്ലസ് 8 ബ്രെഡ്ത്ത് എത്ര എടുത്തിരിക്കുന്നത് എക്സ്. അപ്പോൾ 2 × L + B എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ എക്സ് പ്ലസ് 8 പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എക്സ്. അതായത് 2 × എക്സ് പ്ലസ് എക്സ് എത്രയാ 2x പ്ലസ് 8 എത്രയാന്ന് തന്നിട്ടുണ്ട് പെരിമീറ്റർ 40 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ പെരിമീറ്റർ 2 × L + B ഈക്വൽ ടു 14 സെൻറ്റിമീറ്റർ. അതായത് 2 × 2x + 8 ആണ് എത്ര 40 സെൻറ്റിമീറ്റർ. ഈ 2നെ നമുക്ക് ഈ 40യുടെ അടുത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ 2 × 2x + 8 എന്താ 40 സെൻറ്റിമീറ്റർ. ഈ 2നെ ഈ 40യുടെ അവിടേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താവും ഇവിടെ 2x + 8 ആവും. ഈ 40യുടെ അടുത്തേക്ക് 2 വരുമ്പോൾ അതെന്താവും /2 ആവും. അപ്പോൾ അത് എത്രയായി 20. നമ്മുടെ ഉദ്ദേശം എന്താ എക്സ് കണ്ടുപിടിക്കുക. എക്സിൻ്റെ വാല്യൂ എത്രയാണെന്ന് നോക്കലാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ഇവിടെ 2xനെ ഇവിടെ നിർത്താം 8നെ നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. അപ്പോൾ 2x ഈക്വൽ ടു എന്ത് കിട്ടും 20. ഈ +8 ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും -8. 20ന്ന് 8 പോയാൽ എത്രയാ 12. അപ്പോൾ 2x ഈക്വൽ ടു 12. അങ്ങനെയാണെങ്കിൽ x ഈക്വൽ ടു എന്തായിരിക്കും x ഈക്വൽ ടു 12/2 ഈക്വൽ ടു 6. അതായത് ഈ ചതുരത്തിൻ്റെ ചെറിയ വശം എത്രയാ അല്ലെങ്കിൽ വീതി എത്രയാണ് 6 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ നീളം എത്രയായിരിക്കും നീളം എന്ന് പറയുന്നത് എന്താണ് വീതിയിനേക്കാളും 8 സെൻറ്റിമീറ്റർ കൂടുതലാണ്. അപ്പോൾ ആ ലെങ്ത് എത്രയാണ് എക്സ് പ്ലസ് 8 അതായത് 6 + 8 14 സെൻറ്റിമീറ്റർ. എക്സ് പ്ലസ് 8 ഈക്വൽ ടു 6 + 8 ഈക്വൽ ടു 14 സെൻറ്റിമീറ്റർ. അപ്പോൾ ആ റെക്റ്റാങ്കിളിൻ്റെ രണ്ട് ലെങ്ത് എത്രയൊക്കെയാണ് 6 സെൻറ്റിമീറ്ററും പിന്നെ ഏതാണ് 14 സെൻറ്റിമീറ്ററും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ
A wire 3.5 meters long is to be cut into two pieces, with one piece bent into a square and the other into an equilateral triangle. The lengths of the sides of both must be the same. How should the wire be cut? എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു വയറ്, ആ വയറ് അല്ലെങ്കിൽ ഒരു കമ്പി, ആ കമ്പിക്ക് എത്ര നീളമുണ്ട്? 3.5 മീറ്റർ നീളം. 3.5 മീറ്റർ, അതായത് 3.5 മീറ്റർ നീളമുള്ള ഒരു കമ്പീനെ 2 പീസാക്കി മുറിച്ചു, 2 പീസുകളാക്കി. അതിൽ ഒരു പീസ് എടുത്തിട്ട് എന്താക്കി? വളച്ച് ഒരു സമചതുരം ഉണ്ടാക്കി, ഒരു സ്ക്വയർ ഉണ്ടാക്കി. അടുത്ത പീസിനെ വളച്ചിട്ട് എന്താക്കി? ഒരു സമഭുജ ത്രികോണം, ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ, അതായത് 3 വശവും തുല്യമായിട്ടുള്ള ത്രികോണവും 4 വശവും തുല്യമായിട്ടുള്ള ഒരു സമചതുരം ഉണ്ടാക്കി. എന്ത് വെച്ചിട്ട്? ഈ 3.5 മീറ്റർ കമ്പീനെ 2 പീസാക്കി മുറിച്ചിട്ട് അതിലൊരു പീസ് കൊണ്ട് ഒരു സ്ക്വയറും മറ്റേ പീസ് കൊണ്ട് ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിളും ഉണ്ടാക്കി. ഇനി ഈ 2 ഷേപ്പിൻ്റെയും പ്രത്യേകത എന്താണ്? ഈ സ്ക്വയറിൻ്റെ സൈഡും ഈ ട്രയാങ്കിളിൻ്റെ സൈഡും ഒക്കെ തന്നെയായിരിക്കും? ഈക്വൽ ആയിരിക്കണം. ദ ലെങ്ത്സ് ഓഫ് ദ സൈഡ്സ് ഓഫ് ബോത്ത് മസ്റ്റ് ബി ദ സെയിം. അതായത് ഈ സ്ക്വയർ സമചതുരത്തിൻ്റെ വശവും അതുപോലെ തന്നെ സമഭുജ ത്രികോണത്തിൻ്റെ വശവും തന്നെയായിരിക്കും? ഓരോ വശവും തന്നെയാണ്? തുല്യമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ വയർ എങ്ങനെയായിരിക്കും കട്ട് ചെയ്തിട്ട് ഉണ്ടാവുക? ഈ 3.5 മീറ്റർ വയർ എങ്ങനെ 2 പീസാക്കി മാറ്റി? അപ്പോൾ ഒരു വയറിൻ്റെ ലെങ്ത് എത്രയാണ്? 3.5 മീറ്റർ. ഈ വയറിനെ മുറിക്കുകയാണ് ചെയ്യണത്. 2 പീസാക്കി. 2 പീസാക്കിയിട്ട് അതിൽ ഒരു പീസ് വെച്ചിട്ട് എന്തുണ്ടാക്കി? ഒരു സ്ക്വയർ ഉണ്ടാക്കി. അടുത്ത പീസ് വെച്ചിട്ട് ഒരു സമഭുജ ത്രികോണം അഥവാ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ടാക്കി. ഇനി ഇതിപ്പോൾ എക്സ് ആണെങ്കിൽ ഇതും എത്ര തന്നെയായിരിക്കണം? എക്സ് തന്നെയായിരിക്കണം. അതാണ് ഇതിൻ്റെ ഒരു കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്? എത്ര മീറ്റർ ലെങ്ത്തിലാണ് 2 പീസസ് ആക്കിക്കണത്? ഇത് നിങ്ങൾക്ക് മെൻ്റൽ മാത്ത് വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയേ. ഇപ്പോൾ ഇവിടെ സ്ക്വയറാണ്, അപ്പോൾ ഇവിടെ 4 സൈഡും ഈക്വൽ ആയിരിക്കണം. അതേ നീളം തന്നെയായിരിക്കണം ഈ സൈഡിലും നീളം, അതായത് സമഭുജ ത്രികോണത്തിൻ്റെയും നീളം. മൊത്തം എത്രയാണ്? 3.5. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അരയെടുത്തു, ഇവിടെ അരയെടുത്തു, ഇവിടെ അരയെടുത്തു, അപ്പോൾ ഇവിടെ അരയെടുത്തു. അപ്പോൾ ഇത് എത്രയായി? സ്ക്വയറിന് എത്ര നീളമായി? 2 മീറ്റർ അല്ലേ? 2 മീറ്റർ സ്ക്വയർ ഉണ്ടാക്കാനായിട്ട് വളച്ചു എടുത്തു. ഇനി അടുത്ത പീസ്, ഇനി ബാക്കി എത്ര ഉള്ളത്? 3.5 2 മീറ്റർ നമ്മൾ സ്ക്വയർ ഉണ്ടാക്കി, ബാക്കി 1.5 മീറ്ററാണ് ഉള്ളത് അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും ഹാഫ്, ഇവിടെയും ഹാഫ്, ഇവിടെയും ഹാഫ്. ഇതെത്രയാണ്? ഹാഫ് പ്ലസ് ഹാഫ് 1 പ്ലസ് ഹാഫ്. അപ്പോൾ എത്രയായി? 1.5. കറക്റ്റായിട്ട് കിട്ടിയില്ലേ? അപ്പോൾ ഇതെങ്ങനെയാണ് മുറിച്ചത്? 2 മീറ്ററും, അതായത് ഒരു പീസ് 2 മീറ്ററിൻ്റെയും ഒരു പീസ് 1.5 മീറ്ററിൻ്റെയും ആയിട്ട് മുറിച്ചു. 2 മീറ്ററിൻ്റെ എടുത്തിട്ട് എന്തുണ്ടാക്കി? സ്ക്വയർ ഉണ്ടാക്കി. 1.5 മീറ്ററിൻ്റെ എടുത്തിട്ട് എന്തുണ്ടാക്കി? ട്രയാങ്കിൾ, ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ടാക്കി. ഇത് മെൻ്റൽ മാത്തായിട്ടാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. ഇനി നമുക്കത് എങ്ങനെ ലെറ്റർ വെച്ചിട്ട് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ 3.5 മീറ്റർ എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? ഈ മിക്സ്ഡ് ഫ്രാക്ഷൻ മാറ്റിയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? 3 × 2 6, 6 + 1 7, 7/2 ഇങ്ങനെ ഫ്രാക്ഷനാക്കി എഴുതാലോ. അപ്പോൾ 7/2, 3.5 മീറ്റർ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? 7/2 മീറ്റർ. ഇനി ഇവിടെ നമ്മൾ സ്ക്വയർ എടുത്തു അല്ലേ? സ്ക്വയറിൻ്റെ സൈഡ് നമുക്ക് എക്സ്, ഇത് എന്താ? ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ, അതിൻ്റെയും സൈഡ് എന്തുതന്നെയാണ്? എക്സ് തന്നെയാണ്. അപ്പോൾ ഇത്രയും ലെങ്ത്ത് എത്ര വരും? 4x. അപ്പോൾ സ്ക്വയർ ഉണ്ടാക്കാൻ ആവശ്യമുള്ള കമ്പിയുടെ നീളം എത്ര വരും? 4x. പിന്നെ ഈ ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കാൻ ആവശ്യമുള്ള, വളച്ചിങ്ങനെ ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള കമ്പിയുടെ നീളം എത്രയാണ്? എക്സ്, 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 അതായത് 3 × x. അപ്പോൾ 3x. അപ്പോൾ 4xും 3xും ആയിട്ടാണ് ഈ 7/2 മുറിച്ചിരിക്കുന്നത്. മനസ്സിലായ? ഒരെണ്ണം മുറിച്ചിട്ട് എന്തുണ്ടാക്കി? സ്ക്വയർ ഉണ്ടാക്കി. അപ്പോൾ ആ സ്ക്വയർ ഉണ്ടാക്കാനെടുത്ത കമ്പിയുടെ നീളം എത്രയാണ്? 4x. അത് നമുക്ക് എങ്ങനെയാണ് കിട്ടിയത്? നമ്മൾ ഒരു വശത്തിന് നമ്മൾ എന്തെന്ന് എടുത്തു? എക്സ് എന്ന് എടുത്തു. ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട് എല്ലാത്തിൻ്റെയും എന്തുതന്നെയാണ്? സെയിം ആയിരിക്കും. അതിപ്പോൾ സ്ക്വയറിൻ്റെ ആയാലും ട്രയാങ്കിളിൻ്റെ ആയാലും വശമൊക്കെ സെയിം നീളം തന്നെയായിരിക്കണം. അപ്പോൾ എക്സ് എന്ന് നീളമുള്ള വശം വെച്ചിട്ട് നമ്മൾ സ്ക്വയർ ഉണ്ടാക്കുമ്പോൾ എത്ര മീറ്റർ
കമ്പി വേണം? 4x മീറ്റർ കമ്പി എടുക്കണം. ഇനി എക്സ് നീളമുള്ള ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ടാക്കുമ്പോൾ എത്ര മീറ്റർ കമ്പി വേണം? 3x മീറ്റർ കമ്പി വേണം. അപ്പോൾ ഈ 3.5 മീറ്റർ കമ്പീനെ നമ്മൾ എങ്ങനെയാണ് മുറിച്ചത്? എങ്ങനെയാണ് മുറിച്ചത്? 4x + 3x ആയിട്ടാണ് മുറിച്ചത്. ഈക്വൽ ടു എത്രയാണ്? 3.5, അതായത് 7/2. 4x + 3x എത്രയാണ്? 7x ഈക്വൽ ടു എത്രയാണ്? 7/2. അങ്ങനെയാണെങ്കിൽ എക്സ് എത്രയായിരിക്കും? 7/2. ഇനി ഈ 7 ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? 7 × x ആണ് ഇവിടെ. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇതെന്താ? ഡിവൈഡഡ് ബൈ 7, അതായത് ഇവിടെ താഴെ വരും 7. അപ്പോൾ ഈ 7ഉം ഈ 7ഉം ക്യാൻസലായി പോയി. അപ്പോൾ ബാക്കി എത്രയുണ്ട്? 1/2, അതായത് എക്സിൻ്റെ വില 1/2. എക്സ് നമ്മൾ എന്തായിട്ടാണ് എടുത്തിരിക്കണേ? സമചതുരത്തിൻ്റെയും പിന്നെ സമഭുജ ത്രികോണത്തിൻ്റെയും വശങ്ങളുടെ നീളമാണ് എക്സ്. അതാണ് നമുക്കിപ്പോൾ എത്ര കിട്ടിയത്? ഹാഫ്. അപ്പോൾ എത്ര കിട്ടി? 1/2 മീറ്റർ. എക്സ് എത്ര കിട്ടി? 1/2 മീറ്റർ കിട്ടി. അങ്ങനെയാണെങ്കിൽ എത്ര പീസായിട്ടാണ് മുറിച്ചിരിക്കണത്? 1/2 മീറ്റർ, അതായത് വശത്തിൻ്റെ നീളം കണ്ടുപിടിക്കാനല്ല പറഞ്ഞിരിക്കണേ. എന്താണ്? ഈ വയർ എങ്ങനെ കട്ട് ചെയ്തു? എങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരു സ്ക്വയറും ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിളും ഉണ്ടാക്കി. അപ്പോൾ 7/2 മീറ്റർ നീളമുള്ള ഇതിനെ നമ്മൾ എങ്ങനെയൊക്കെയാണ് കട്ട് ചെയ്തത്? 4xഉം 3xഉം ആയിട്ട്. ഇവിടെ എക്സ് എത്രയാണ്? 1/2. അപ്പോൾ ആദ്യം 4 × 1/2, അതായത് എത്ര മീറ്ററാണ്? 2 മീറ്റർ. ഇതാണ് എന്തിന്? സ്ക്വയർ ഉണ്ടാക്കാൻ കട്ട് ചെയ്തത്. മനസ്സിലായോ? ഇനി അടുത്തത് എന്താ? 3x ആയിട്ടാണ് കട്ട് ചെയ്തത്. അപ്പോൾ 3 × x എത്രയാണ്? 1/2. അപ്പോൾ 3/1/2 ഈക്വൽ ടു എന്താ? 3/2. 3/2 എന്ന് വെച്ചാൽ എന്തെന്ന് പറയാം? 1.5 അല്ലേ? 3/2 എന്ന് വെച്ചാൽ 1.5 മീറ്റർ. അപ്പോൾ 1.5 മീറ്ററാണ് എന്തുണ്ടാക്കാനായിട്ട് ഉപയോഗിച്ച ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ, അതായത് സമഭുജ ത്രികോണം. മനസ്സിലായോ? കാണുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതായിട്ടൊക്കെ തോന്നും. അത്രയ്ക്ക് ബുദ്ധിമുട്ടല്ല, സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. എന്താ? ഒരു വയർ, അതിനെ 2 പീസാക്കി. അതിലൊരു പീസ് എടുത്തിട്ട് എന്തുണ്ടാക്കി? സ്ക്വയർ ഉണ്ടാക്കി. ഒരു പീസ് എടുത്തിട്ട് എന്തുണ്ടാക്കി? ഒരു ഈക്വിലാറ്ററൽ സമഭുജ ത്രികോണം ഉണ്ടാക്കി. ഇതിൻ്റെ ഒക്കെ വശങ്ങളെല്ലാം സെയിം ആയിരിക്കും. അതായത് സ്ക്വയർ ഇപ്പോൾ എത്രയാണ്? 1/2 മീറ്റർ ആണ് ഒരു വശം എന്നുണ്ടെങ്കിൽ സമഭുജ ത്രികോണത്തിൻ്റെയും വശങ്ങൾ 1/2 മീറ്റർ വെച്ചിട്ട് തന്നെയായിരിക്കും. അങ്ങനെ അപ്പോൾ സെയിം വശം ആണ്. അപ്പോൾ അതാണ് നമ്മുടെ ക്ലൂ. അപ്പോൾ സെയിം വശമാണെങ്കിൽ ഈ സ്ക്വയർ ഉണ്ടാക്കാൻ വേണ്ട ഒരു വശം എക്സ് ആയിട്ട് എടുത്താൽ സ്ക്വയറിന് വേണ്ട കമ്പിയുടെ നീളം എത്രയാണ്? 4x. അതേപോലെ തന്നെ ഈക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെയും വശം എത്ര തന്നെയാണ്? എക്സ് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ മൊത്തം എത്ര കമ്പിയുടെ നീളം എത്ര വരും? 3x. അപ്പോൾ 4xഉം 3xഉം ആയിട്ട് എന്തിനെ മുറിച്ചു? 7/2 അല്ലേ? അപ്പോൾ ആ 7/2 അല്ലെങ്കിൽ 3.5 മീറ്റർ കമ്പീനെ 4x + 3x എന്ന് മുറിച്ച് മാറ്റി. എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് എക്സ് കണ്ടുപിടിച്ചു. പിന്നെ 4x എത്രയാണെന്ന് നോക്കി. അതാണ് എന്ത്? സ്ക്വയർ ഉണ്ടാക്കാൻ എടുത്തത്. അതെത്രയാണ്? 2 മീറ്റർ. ഇനി 3x എത്രയാണെന്ന് നോക്കി. അതായത് 3/2, അതായത് 1.5 മീറ്റർ. അത് വെച്ചിട്ടാണ് നമ്മൾ സമഭുജ ത്രികോണം ഉണ്ടാക്കിയത്.